ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സീഡിയും പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. നമ്മൾ മുന്നേ സീഡിയുടെ ഒരു ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് സീഡി എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, DVD എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ DVD എടുത്തിട്ട് നമ്മളൊരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും, എനിക്ക് ഇതേപോലത്തെ ഒരു സിസേഴ്സാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുള്ള DVDയുടെ ഈ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് നിറയെ പീസസ് എടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് നമുക്കതിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ഷേപ്പിലല്ലേ നിൽക്കണത്. ആ ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലിപ്പോൾ ഒരു ഫിഷിൻ്റെ പിക്ചർ ഇതിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഫിഷ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ നമുക്ക് തോന്നും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ ഇതിൻ്റെ ഈ വാലിലൊക്കെ ഉള്ള ഡിസൈൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് വരകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിസിഷൻ നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അതിലിങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഈ ഷേപ്പ് ഇത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലൊന്ന് ചൂടാക്കണം. അപ്പോൾ ചെറുതായിട്ട് ഹീറ്റ് തട്ടുമ്പോൾ തന്നെ ഇത് പ്ലാസ്റ്റിക് ഒന്നിങ്ങനെ എന്താ പറയുക ഷേപ്പ് മാറാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു നല്ല സർഫസിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ക്ലേ മോഡലിംഗ് ടൂൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്പൊക്കെ കിട്ടാൻ നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അത്ര ചൂടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലെയിം അടിയിൽ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ഈ ഡിസൈൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് നമുക്ക് ആ ഫിഷിൻ്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ലൈൻസ് അവിടെ ഇട്ട് കൊടുത്തത്. ഇനി ആ ഫിൻസൊക്കെ ഒന്ന് ഷേപ്പാക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ ബോഡിയിൽ നമുക്ക് കൂടുതൽ ഒരു ഗ്രിപ്പ് വേണം. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ലേ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രിസിഷൻ നൈഫ് വെച്ചിട്ട് തന്നെ അതിൽ സ്ക്രാച്ച് ചെയ്തിട്ട് ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അവിടെ നമുക്ക് ഈ CD നമ്മൾ DVD കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ ഇതേപോലെ നല്ല ഗ്രിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ CD കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതിന് യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഇത് ഒട്ടിക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഈ വാലിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടിച്ച് വരണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് നേരെ ഫിഷിൻ്റെ പുറത്തുള്ള ഈ സ്കെയിൽസ് നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് പോലെയാണ് കാണുക. അപ്പോൾ ഇതിൻ്റെ വാലിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നല്ലത്. കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് ആദ്യം വയ്ക്കുന്ന ലൈനിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യണ പോലെയാണ് അടുത്ത ലൈന് ഇത് വെക്കണത്. ഈ CD കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ, അതും ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ CD കൊണ്ട് ഉണ്ടാക്കുന്ന ഫിഷ് റെഡിയായി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് പീസസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഗ്രീൻ കളറ് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് അതിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അക്വേറിയം മാതിരിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഗ്രീൻ കളറിലുള്ള കുറച്ച് പീസുകൾ മുറിച്ച് അത് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പരന്നിട്ടുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രീൻ പീസസൊക്കെ ഈ ഒരു പ്ലാന്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അടിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ താഴെയിട്ട് കുറച്ച് പെബിൾസ് പോലെ ഒരു ബ്രൗൺ കളറിൽ ഞാനൊരു മണ്ണിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ബ്രൗൺ കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ്.
നല്ല ചൂടായിട്ട് ഗ്ലൂ ഇരിക്കുന്ന സമയത്ത് ഈ ഫിഷ് കൊണ്ടുപോയിട്ട് സ്റ്റിക്ക് ചെയ്യരുത്. കാരണം അത് ഈ പ്ലാസ്റ്റിക് ആണല്ലോ നമ്മൾ ഫിഷ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ്, അപ്പോൾ അത് ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു റോപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കേർട്ടൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം റോപ്പ് തന്നെയാണ്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണിത്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.